വളരെയധികം സ്വാദോട് കൂടിയിട്ട് കുറച്ചധികം വിഭവങ്ങളുമായിട്ടുള്ള ഒരു ഊണ്, നാളികേരപ്പാലിൽ കുടംപുളി ഇട്ട് വെച്ചിട്ടുള്ള ഒരു മീൻകറിയും മുരിങ്ങയിലയും നാളികേരം കൂടി ചേർത്ത് വെച്ചിട്ടുള്ള ഒരു തോരനും എൻ്റെ ഏറ്റവും സ്പെഷ്യലായിട്ടും സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു മോര് കാച്ചിയതും വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു മസാലയിൽ കുറച്ച് വഴുതനങ്ങ ഫ്രൈ ചെയ്തതുമാണ് ഇന്നത്തെ ഊണിൻ്റെ റെസിപ്പീസ്. ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്നൊന്ന് കാണാം. ആദ്യം തന്നെ ഞങ്ങൾ മീൻകറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നെയ്മീനാണ് എടുത്തിട്ടുള്ളത്. നെയ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സ്പെഷ്യൽ മസാലക്കൂട്ടിലാണ് ഇന്ന് ഞാൻ മീൻകറി തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിൽ എടുക്കുക. അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടി, 2 ടീസ്പൂണോളം മല്ലിപ്പൊടി, ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും 1/4 ടീസ്പൂണോളം പെരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നല്ല രീതിയിൽ ഒരു പൗഡറായിട്ട് തന്നെ മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാം. ഈ പൗഡറിലേക്ക് ഒരു 1/4 ഗ്ലാസോളം വെള്ളം കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ മസാല അരച്ചെടുത്ത് നമ്മൾ കറികളിലേക്ക് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കൊഴുപ്പും കട്ടിയും കിട്ടാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനിലേക്ക് ഈ ഒരു അരപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറ് കഴുകിയിട്ട് അതിൽ 1 കപ്പോളം വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. 1 കപ്പോളം വെള്ളമാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പുളിക്ക് ആവശ്യമായിട്ട് കുടംപുളിയും അതുപോലെ തന്നെ കുറച്ചധികം ഞാൻ നല്ല കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഫ്ലേവർ ആയിട്ടുള്ള കറിവേപ്പിൻ്റെ ഇലയൊക്കെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മീൻ കറിക്ക് ഒരു പ്രത്യേക രുചി തന്നെ ഉണ്ടാവും കേട്ടോ. ഏകദേശം മീൻകറിയൊക്കെ നല്ല രീതിയിൽ വറ്റി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് നല്ല കട്ടിയോട് കൂടിയിട്ടുള്ള നാളികേരപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 കപ്പോളം നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടായതിനു ശേഷം ഞാൻ തീ ഓഫാക്കുകയാണ് ചെയ്യുന്നത്. ഇത് തിളയ്ക്കാനായിട്ടുള്ള ഒരു സമയം ഞാൻ അനുവദിച്ചു കൊടുക്കുന്നില്ല. എന്തായാലും തീ ഓഫാക്കി കൊടുത്തു. നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലിൽ മീൻകറി ഒന്ന് കാച്ചിയെടുക്കണം. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴേക്കും അതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. കരിയാതെ തന്നെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമ്മൾ മീൻകറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള അടിപൊളി മീൻകറി തയ്യാറായിട്ടുണ്ട് കേട്ടോ. നമ്മുടെയൊക്കെ ഹെൽത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു മുരിങ്ങയില തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ചതച്ച മുളക് ആഡ് ചെയ്ത് കൊടുക്കാം. എരിവിന് ആവശ്യമായതാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇതിന് ശേഷം നമുക്ക് നന്നാക്കി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മുരിങ്ങയിലും കൂടി ചേർത്ത് കൊടുക്കാം. മുരിങ്ങയില നന്നാക്കാനായിട്ട് കുറച്ചധികം ബുദ്ധിമുട്ടും കുറച്ചധികം സമയവും വേണം. എങ്കിൽ ഒരുപാട് നന്നാക്കി എടുത്താലാണ് ഒരാൾക്ക് കഴിക്കാനുള്ള കറിയെങ്കിലും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. പാത്രത്തിലിടുന്ന സമയത്ത് ഒരുപാടുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിലും അതൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ ചട്ടിയുടെ അടിഭാഗത്ത് കുറച്ച് മാത്രമേ കാണുള്ളൂ കേട്ടോ. മുരിങ്ങയില തുറന്നു വെച്ചിട്ട് തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ മുരിങ്ങയില കുക്കായി കിട്ടും. ഇതിലേക്ക് ഒരു പിടി നാളികേരവും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ല രീതിയിൽ കയ്യിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. മുരിങ്ങയില ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങുമ്പോൾ തന്നെ കട്ട പിടിക്കാനായിട്ട് തുടങ്ങും. പിന്നീട് നാളികേരം ഇട്ട് ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഉതിർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഈ ഒരു മുരിങ്ങയിലയിൽ പിടിച്ചിട്ടുള്ള മിളകും കാര്യങ്ങളൊക്കെ നാളികേരത്തിലും കൂടി പിടിച്ച് എല്ലാം കൂടി ഒന്ന് മിക്സായി നല്ല അടിപൊളി ഒരു ബ്രൗണിഷ് കളർ ആവണം. അതുവരെ ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല കിടിലൻ ടേസ്റ്റാണ് ഇതിന്. നല്ല ഹെൽത്തിയുമാണ്. കഴിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ്. കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മുരിങ്ങയില തോരനും തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ വറുത്തതോ പപ്പടോ അങ്ങനെ എന്തെങ്കിലും സൈഡായിട്ട് വേണമെന്ന് നിർബന്ധമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇതുപോലെ ഒരു വഴുതനങ്ങ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ പപ്പടോ അല്ലാന്നുണ്ടെങ്കിൽ മീൻ വറുത്തതോ ഒന്നും ഇല്ലാത്തൊരു സാഹചര്യമാണ്. വഴുതനങ്ങ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല കിടിലൻ മസാലയിൽ നമുക്കൊരു വഴുതനങ്ങ ഫ്രൈ തയ്യാറാക്കിയെടുക്കാം. ആദ്യം തന്നെ വഴുതനങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെക്കാം. ഇനി ഇതിൻ്റെ കറ കളയാനായിട്ട് നമ്മളൊരു പാത്രത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ഈ ഒരു ഉപ്പ് വെള്ളത്തിലേക്ക് ഈ വഴുതനങ്ങ നല്ല രീതിയിലൊന്ന് മുക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു 5 മിനിറ്റ് വെച്ച് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ കറയൊക്കെ നല്ല രീതിയിൽ ഇളകിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കറയൊക്കെ ഇളകി വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ചെറിയൊരു മസാല തയ്യാറാക്കിയെടുക്കാം. ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് തയ്യാറാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല സ്മെല്ലും ഉണ്ടാവും ഈ ഒരു മസാലയ്ക്ക്. അപ്പോൾ മസാല തയ്യാറാക്കാനായിട്ട് നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 1-2 ടീസ്പൂണോളം കോൺഫ്ലവർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ചിക്കൻ്റെ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് ഉണ്ടാവുന്നത്. ഇനി ഇതിലേക്ക് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റൈസ് ഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അരിപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം കൈ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൈ നല്ല രീതിയിൽ പുകച്ചലെടുക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വെള്ളത്തിൽ കറ കളയാനായിട്ട് ഇട്ട് വെച്ചിട്ടുള്ള വഴുതനയും കൂടിയും വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കുകയാണ്. ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു മസാലയൊക്കെ നല്ല രീതിയിൽ വഴുതനമയെ തേച്ച് പിടിപ്പിക്കുക. ഒരു 5-10 മിനിറ്റ് നേരം നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷം നമുക്കിത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം മുന്നേ ഞാൻ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്ത് മറച്ചിട്ടതാണ്. നമ്മൾ നോർമലി എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. പപ്പടം വറുക്കുക, ഫിഷ് ഫ്രൈ ചെയ്യുക, ഇതൊക്കെ നമ്മൾ ചെയ്യാറുള്ളതാണ്. അപ്പോൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ചെയ്തു. പക്ഷേ എന്തോ ആ ഒരു ദിവസത്തെ ബാഡ് ലക്ക് കൊണ്ടാണെന്ന് തോന്നുന്നു എൻ്റെ കൈമിലേക്ക് നല്ല രീതിയിൽ എണ്ണ തെറിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് പൊള്ളിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് എനിക്കത് പെയിനമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ജസ്റ്റ് പേസ്റ്റൊക്കെ തേച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നീട് അങ്ങോട്ട് പൊള്ളച്ചു. പിന്നെ അത് പൊട്ടി. പിന്നെ അത് ഉണങ്ങാനായിട്ട് കുറച്ചധികം സമയമെടുത്തു. അതിൻ്റെ പാടുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എൻ്റെ കൈമിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ എണ്ണയൊക്കെ യൂസ് ചെയ്യുന്നവർ നല്ല രീതിയിൽ പ്രത്യേകം ശ്രദ്ധിച്ചതിന് ശേഷം യൂസ് ചെയ്യുക. നമ്മൾ ചെറിയൊരു അശ്രദ്ധ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എണ്ണ നമ്മുടെ മേത്തേക്ക് തെറിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം നല്ല രീതിയിൽ പൊള്ളിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കുക്കറൊക്കെ യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എന്തായാലും നമ്മൾ മസാലയൊക്കെ പരട്ടി വെച്ചിട്ടുള്ള വഴുതനങ്ങ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഷാലോ ഫ്രൈ ആണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഒരു ഭാഗം ആയപ്പോൾ തന്നെ നമ്മൾ മറച്ചിട്ട് കഴിഞ്ഞു. ഇനി നല്ല ക്രിസ്പി ആയിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഒരുപാട് ഓയിലൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അധികം ഹെൽത്തിന് നല്ലതൊന്നല്ല ഒരുപാട് ഓയിൽ യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ വഴുതനങ്ങ ഫ്രൈയും തയ്യാറായിട്ടുണ്ട്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഹൈലൈറ്റ് റെസിപ്പിയാണ്. എൻ്റെ കൊളീഗ്സൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഐറ്റമാണ് ഞാൻ കാണിക്കുന്നത്. വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട് കേട്ടോ. മറ്റൊന്നല്ല, മോര് കാച്ചിയതാണ്. കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞതും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും വറ്റൽമുളകും വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് ബ്രൗൺ കളറായി വരുന്ന സമയത്തേക്ക് നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം മിക്സിയുടെ ജാറിൽ കട്ടകളില്ലാണ്ട് ഉടച്ച് വെച്ചിട്ടുള്ള തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. തൈര് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ തീയൊക്കെ ഓഫാക്കി കൊടുത്തതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല ചൂടോട് കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ തൈര് പെട്ടെന്ന് പിരിഞ്ഞു പോവും. അപ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി അങ്ങോട്ട് പോവും. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനെല്ലാം ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ഇതിൻ്റെ ആ ഒരു സ്മെല്ല് കേട്ടാൽ തന്നെ നമുക്ക് ഒരുപാട് ചോറുണ്ണാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ ഹൈലൈറ്റ് റെസിപ്പിയാണ്. മസ്റ്റായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഊണ് വിളമ്പം നല്ല അടിപൊളിയായിട്ടുള്ള ജയ റൈസാണ് വിളമ്പി കൊടുത്തിട്ടുള്ളത്. ഒരുപാട് റൈസൊന്നും ഞാൻ എടുത്തിട്ടില്ല. 2 കയ്യിൽ ചോറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മുടെ ആദ്യം തന്നെ തോരനാണ് ചേർത്ത് കൊടുക്കുന്നത്. മുരിങ്ങയിലയും അതുപോലെ തന്നെ നാളികേരവും ചേർത്ത് മിക്സ് ചെയ്തിട്ടുള്ള തോരൻ. നാളികേരത്തിന് പകരം മുരിങ്ങയിലയുടെ കൂടെ നമുക്ക് മുട്ടയും ഇതുപോലെ തന്നെ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി നല്ല ഹെൽത്തി ആവും. പിന്നെ നല്ല നാളികേരപ്പാലിൽ കുടംപുളി ഇട്ട് വെച്ചാൽ കിടിലനായിട്ടുള്ള മീൻകറി, പിന്നെ എൻ്റെ സ്പെഷ്യലായിട്ടുള്ള മോര് കാച്ചിയതും അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനയും കൂടിയിട്ടാണ് ഇന്ന് ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും റെസിപ്പി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീഡിയോ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്തൊരു കിട്ടിലും വീഡിയോ ആയിട്ട് കാണാം. ബൈ.